അപ്പൊ ഇവൻ ഈ പ്രജന്റ് വീട്ടിൽ ഇല്ലാത്ത സമയത്തും അവർ ആ റൂമിലോട്ടൊന്നും കയറാൻ ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ അതിന് പുറത്തിരുന്ന് സാധാരണ ഒരു പൂട്ടുണ്ടല്ലോ കഥകളി, ആ പൂട്ട് പോയിട്ട് വേറെ പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ട്. അത് അവിടെ താക്കോല് വെച്ചിട്ട് പോയാൽ അതിൽ അവിടെ ഒരു പോയിന്റ് അടയാളം ചെയ്തിട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ താക്കോൽ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ആ വാദപ്പടിയിൽ ആ സ്റ്റെപ്പിന്റെ മുകളിലോട്ട് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് അറിയാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. എന്തിനവിടെ പോയി, എന്തിനെടുത്തു എന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പം പിന്നെ അവൻ ഭയങ്കരമായി ഷൗട്ട് ചെയ്യും. ഇതൊക്കെ പേടിച്ചിട്ട് അവരങ്ങോട്ട് പോകാറില്ല. അപ്പോൾ 7 വർഷത്തോളം മുകളിലേക്ക് അവർ പോകാനേ കണ്ടിട്ടില്ല. പോയി കാണൂലായിരിക്കും. വല്ലപ്പോഴും ആ ഹാളൊന്ന് തൂത്തു വരാൻ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി അങ്ങോട്ട് പോവേയില്ലേ? അത് വല്ലപ്പോഴും ഒരു ദിവസം അവ ഉള്ളപ്പോഴും അങ്ങ് പോയി ഹാള് തൂക്കുകയും തുടക്കുകയും ചെയ്യും. വേറെ ഒന്നും സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാനും ശരിക്കും ഈ ഒരു ജോലി അങ്ങനെ എന്തെങ്കിലും അമ്മ പറഞ്ഞായിരുന്നോ? ഇല്ല, ജോലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അവൻ എപ്പോഴും പൈസ ചോദിച്ചാലും കൊടുക്കില്ലെന്ന് പറഞ്ഞാലും പൈസ കൊടുക്കും. അപ്പോൾ ഭയങ്കര ബഹളം, ഷൗട്ട് കഴിയുമ്പോൾ പൈസ കൊടുക്കും. അപ്പോൾ എപ്പോഴെപ്പോഴും ഒരാൾ പൈസ ചോദിക്കുകയും പൈസ കൊടുക്കുകയും ഒന്നും ചുമ്മാ വീട്ടിലിരിക്കുന്ന ആളിൻ്റെ എന്താണെന്നുള്ളത് അവർ അന്വേഷിക്കണ്ടേ. പിന്നെ അവർ എറണാകുളത്ത് പോയി 3-4 ദിവസം താമസിക്കുമെന്നാണ് മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഈ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പുറത്ത് എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹമാണ്, സന്തോഷത്തോടെയാണ്. പക്ഷെ വീട്ടിൽ ഈ മാതാപിതാക്കൾക്ക് ഈ പ്രശ്നമുള്ള കാര്യം ഇവർ ആരുമായിട്ട് ഷെയർ ചെയ്ത് കാണൂലായിരിക്കും. പക്ഷെ ഇവർ അടുത്ത ബന്ധുക്കൾക്കൊക്കെ അറിയാൻ തോന്നുന്നു. എന്നിട്ട് ഞാൻ ഇന്നലെ പിന്നെ പ്രജിൻ്റെ ആളിയനും വലിയച്ഛൻ്റെ മോനൊക്കെ എന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, പ്രജിനെ ജാമ്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അവൻ ഇത്രയും ക്രൂരമായി സ്വന്തം അച്ഛനെ കൊന്നതല്ലേ, അവൻ അവിടെ കിടന്നു വിട്ടു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പക്ഷേ എന്നാലും നിങ്ങളൊന്ന് അന്വേഷിക്കണമായിരുന്നു. അപ്പോൾ ആരും പോയി കണ്ടില്ലേ? ഞങ്ങളാരും പോയില്ല എന്ന് പറഞ്ഞു. അമ്മ പറയുന്ന അമ്മയ്ക്ക് പേടിയെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൻ അറിഞ്ഞാൽ അവൻ എന്നെ കൊന്നു കളയും എന്നുള്ളതാണ് അമ്മ പറയുന്നത്. പുറത്തിറങ്ങിയതൊന്നും പറയുന്നില്ല. അവർക്ക് ഒരു മാനസിക സംഘർഷമാണ് അവനെക്കുറിച്ച്. അവൻ ഇനി വന്നാൽ ഇനിയും എന്നെ ഈ മോളെ ആക്രമിക്കും, ഞാൻ ഒറ്റയ്ക്കല്ലേ എന്നുള്ള ഒരു പേടി. പക്ഷെ അവൻ മണ്ടനാണ്. അവർ വാർത്തയ്ക്ക് ചെന്ന മാതാപിതാക്കളാണ്. ഒന്ന് ക്ഷമിച്ച് എന്തെങ്കിലും ജോലിക്കൊക്കെ ശ്രമിച്ചാൽ സുഖമായിട്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ. അവളുടെ അച്ഛൻ വന്ന അങ്ങനെ എല്ലാം ഒരു മോനേ ഉള്ളൂ, എല്ലാം അടക്കി പിടിക്കുന്ന ഒരാളല്ല. അപ്പം മനസ്സിനകത്ത് എന്തോ വന്ന വൈകല്യമായിരിക്കാം ഇതൊക്കെ കാരണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുകയില്ലല്ലോ. എപ്പോഴും മാതാപിതാക്കളോടത്തൊരു സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പറ്റിയ ഒരു ചാബല്യമായിരിക്കാം. ഇല്ലെങ്കിൽ ഇത്ര ക്രൂരമായി ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഞാൻ അന്ന് ആ മരണ വീട്ടിൽ അന്ന് അവർ പെന്തക്കോസ്തല്ലേ, അപ്പോൾ അവർക്ക് ഈ വരുന്നവരെ ഒരു ചെറിയ അനുശോചനം പറയുന്നൊരു ഇതുണ്ട്, ശീലമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞതും നമ്മളെപ്പോഴും മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവും നമ്മുടെ രോഗവും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇപ്പം അമ്മ ഒരു രോഗിയാണെങ്കിലോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കുള്ള സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക ലാഭങ്ങൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഇതെല്ലാം നമ്മൾ മക്കളുമായി ഷെയർ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഭാവിയിൽ നമ്മളെ മക്കൾ മനസ്സിലാക്കാതാവും. അവർ ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ അതുണ്ട് ഇതുണ്ട്, അവിടെ വസ്തുണ്ട് ഇവിടെ വസ്തുണ്ട്, അതിൽ നിന്ന് എന്ത് വരുമാനം കിട്ടുന്നു അല്ലെങ്കിൽ അതിന് എത്ര സേവിങ്സ് ഇവർക്കുണ്ട് എന്നുള്ളത് മക്കൾക്കറിയാൻ പറ്റില്ല. അപ്പം നമ്മൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളും ദാരിദ്ര്യവും സമ്പത്തും രോഗം എത്രയും മാതാപിതാക്കളെ മക്കളെ നോക്കാതിരിക്കുന്നു. അവരെ കുഞ്ഞുകാലത്ത് ഇവരെത്രയും അവരുടെ ജീവിതം മൊത്തം മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി അവർ പഠിപ്പിച്ച് നല്ല ഒരു പൊസിഷനാക്കുമ്പോൾ ഈ മാതാപിതാക്കളെ തിരിഞ്ഞു വന്ന് നോക്കാൻ മക്കൾക്ക് സമയമില്ല. അപ്പം നമ്മൾ മക്കളെ എല്ലാ ദാരിദ്ര്യവും സന്തോഷം പെട്ട് അമ്മയ്ക്ക് 10 മക്കളുണ്ടായിരുന്നപ്പോൾ അവർക്ക് അന്ന് വസ്ത്രം ഇല്ലായിരുന്നു, കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലായിരുന്നു. എന്നിട്ടും അവർ മക്കളെല്ലാം ഭയങ്കര സന്തോഷമാണ്. ഒരു മരണം നടക്കുകയോ ഒരു കല്യാണം നടക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ ആ വീട്ടിലൊരു വലിയ ജനപ്രളയം ഉണ്ടായിരുന്നു ഈ കുടുംബക്കാരെ കൊണ്ട്. ഇപ്പം ചില വീടുകളിൽ ഇത്തിരി സാമ്പത്തികമുള്ള വീടുകളിലൊക്കെ ബന്ധുത്വത്തിൻ്റെ പേര് ഒരു എന്തെന്ന് പറയാം, ഞങ്ങളൊക്കെ ബന്ധുക്കളാണെന്ന് കാണിക്കാൻ വേണ്ടി വന്നിരിക്കും. പക്ഷെ അല്ലാത്ത സാധാരണ ഒരു വീട്ടിലാണെങ്കിൽ ആ ചടങ്ങ് കഴിഞ്ഞ് അപ്പം തന്നെ എല്ലാവരും പോകും. ആ വീട്ടിൽ പിന്നെ ആരുമില്ല. അത് നമ്മളെ ഒരു ജീവിത ശൈലിയാണത്. കുടുംബ ബന്ധങ്ങൾ നശിച്ചുകൊണ്ട് ശിഥിലമായി കൊണ്ടുവരുന്നതിൻ്റെ ഒരിതാണ്.
നമ്മൾ മക്കളെ വളർത്തുമ്പം നമ്മുടെ നന്മതിന്മകളും നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം അവരുമായിട്ട് ഷെയർ ചെയ്യണം. അല്ലെ അവരെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയണം. നമുക്ക് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് സമയമില്ല, നമ്മളെ കാര്യം കേൾക്കാൻ അവർക്ക് സമയമില്ല അല്ലേ. ഈ പ്രജന്റെ സഹോദരിയോട് സംസാരിച്ചായിരുന്നു, സഹോദരി എന്തെങ്കിലും പറഞ്ഞോ? സഹോദരി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അമ്മ പറയുന്നതെല്ലാം കേട്ട് ശരിയാണെന്നുള്ള ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയുന്നില്ല.